മെറ്റയിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ നമ്മളൊരു ക്യാമ്പയിൻ ഒരു പെയ്ഡ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ലേണിംഗ് ടൈം പീരീഡ് ഉണ്ട്. മെറ്റയിലാണെങ്കിൽ ഒരു 7 to 14 days ആണ് പറയുന്നത്. ഗൂഗിൾ ആണെങ്കിലും ഒരു 7 to 40 days ഒരു ടൈം പറയാറുണ്ട്. മെറ്റ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ അൽഗോരിതത്തിന് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സും നമ്മുടെ ബിസിനസ് പേജും കാര്യങ്ങളും അനലൈസ് ചെയ്ത് ആരിലേക്കാണ് എങ്ങനെയാണ് കാണിക്കേണ്ടത് അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ റൈറ്റ് ഓഡിയൻസ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അവർക്കൊരു ലേണിംഗ് പീരീഡ് ഉണ്ട്. സോ ആ ഒരു ലേണിംഗ് പീരീഡിൽ എപ്പോഴും നമ്മൾ കുറച്ച് പേഷ്യൻസ് ഉണ്ടായേ പറ്റൂ. കാരണം പല ബിസിനസ്സുകളും ഒരു ക്യാമ്പയിൻ ഒരു ഏജൻസി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്താൽ വിത്തിൻ 1 or 2 days അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും. എനിക്കറിയാം ഡെഫിനറ്റ്ലി അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് റിസൾട്ട് വേണം, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അതെല്ലാം ശരിയാണ്. ബട്ട് സം ടൈംസ് വി നീഡ് ടു സം പേഷ്യൻസ് വേണം നമുക്ക്. കാരണം മെറ്റയ്ക്ക് നമ്മുടെ ആക്ടിവിറ്റി എന്താണ്, നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്താണ്, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ പഠിക്കുവാനുള്ള ഒരു സമയം കൂടെ നമ്മൾ മെറ്റയ്ക്ക് കൊടുക്കണം. വൺസ് ആ മെറ്റ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും. ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ വരുന്ന റിസൾട്ടിനെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക, അതിൻ്റെ അകത്ത് പ്രോപ്പർ അനലിറ്റിക്സ് റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ എടുക്കുക. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നമ്മുടെ ക്യാമ്പയിൻസ് അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി വർക്ക് ആകുന്നത് എന്നുള്ളത് മാർക്കറ്റിൽ. സോ അതനുസരിച്ചിട്ട് നമ്മൾ തിരിച്ച് മെറ്റയ്ക്കും പറഞ്ഞ് കൊടുക്കണം ഇന്ന രീതിയിലാണ് നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ ക്യാമ്പയിൻസ് വർക്ക് ആവുന്നത്, നമ്മുടെ ബിസിനസ് വർക്ക് ആവുന്നത്. സോ നമുക്ക് ഇന്ന രീതിയിലേക്ക് നമ്മുടെ ബിസിനസ്സുകളെ ഗ്രോ ചെയ്യണം, ഇന്ന രീതിയിലേക്ക് ഓഡിയൻസിനെ കൂട്ടണം, ഇന്ന രീതിയിലുള്ള ആൾക്കാരെ കാണിക്കണം. ഓൾവേസ് നമ്മൾ മെറ്റേനെയും ഗൂഗിളിനെയും നമ്മളും ടീച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ബിക്കോസ് മെറ്റയുടെയും ഗൂഗിളിൻ്റെ അൽഗോരിതം എപ്പോഴും വില്ലിംഗ് ടു ലേൺ എന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. എപ്പോഴും അവർ ലേൺ ചെയ്യുന്നത് അനുസരിച്ചിട്ട് എപ്പോഴും നമ്മുടെ റിസൾട്ടും നമ്മുടെ ക്യാമ്പയിൻസും റിഫൈൻഡ് ആൻഡ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് കുറച്ച് ബെറ്റർ റിസൾട്ടിലേക്ക് കിട്ടും. സോ സംടൈംസ് നമ്മൾ കുറച്ച് പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ ഈ പറഞ്ഞ രീതിയിലേക്ക് ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതൊരു റിയാലിറ്റി കൂടിയാണ്.